ഒരു ടൈം ട്രാവൽ ചെയ്ത് പോയി സിനിമ കണ്ട ഫീൽ ആയിരുന്നു എനിക്ക് മതകജരാജ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ. അത്രമാത്രം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൂവി ആയിരുന്നു. 2012 ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മൂവി റിലീസ് ആവുന്ന 2025 അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് നമുക്കിപ്പോൾ റിലീസ് ആവുന്ന മൂവീസിന്റെ ആ ഒരു എക്സിക്യൂഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ് ആയാലും എല്ലാം നമുക്കറിയാം. പക്ഷെ ഒരു 10-12 വർഷം മുമ്പ് ആ ഒരു മൂവീസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ പാറ്റേൺസ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു ടൈമിൽ സ്ഥിരമായിട്ട് ഇതുപോലത്തെ ഒരുപാട് മാസ് മസാല മൂവീസ് ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൂവി ഈ ഒരു ടൈമിൽ ഈ ഒരു കാലഘട്ടത്തിൽ തിരിച്ച് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു. ആൻഡ് ഈ ഒരു സിനിമ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് മാത്രമല്ല, സന്താനം, ദ പ്രൈം സന്താനം. ഇപ്പോഴത്തെ മറ്റേ ഹീറോ ആയിട്ടുള്ള സന്താനം ഒന്നുമല്ല. ആ ഒരു 2009 തൊട്ട് ആ ഒരു 2013 വരെ ദ പ്രൈം ടൈമിൽ നിന്ന് സന്താനമുണ്ട്. അതായത് സന്താനം മൂവിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ സിനിമ ഒരു എന്താ പറയുക, ഒരു 70% ഹിറ്റാണ്. കാരണം മൂപ്പറുടെ അന്നത്തെ ആ ഒരു കോമഡി ടൈമിങ്സും കൗണ്ടേഴ്സും അല്ലെങ്കിൽ മറ്റേ ഡബിൾ മീനിങ് ആയിട്ടുള്ള കോമഡീസും എല്ലാം വേറെ ലെവലായിരുന്നു. പുള്ളിക്കാരൻ ഏതൊരു ആക്ടറുടെ കൂടെ വന്നാലും കോമ്പിനേഷൻ അത്ര അടിപൊളിയായിട്ട് വർക്കാവുന്ന ഒരു ആക്ടറും കൂടിയായിരുന്നു. ഒരു കള്ള് ഒരു കണ്ണാടി, ഭാസ്കർ അങ്ങനത്തെ ഒരുപാട് കിടിലം മൂവീസ് ഉണ്ട്. പക്ഷെ പിന്നീട് പുള്ളിക്കാരൻ ആ ഒരു കോമഡി ആക്ടറിൽ നിന്ന് നേരെ ഹീറോയിലോട്ട് വന്നു. ആൻഡ് ഇതുവരെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഹീറോ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ അത്രയ്ക്ക് വർക്കായിട്ടില്ല. പക്ഷെ ആ ഒരു പ്രൈം ടൈമിലുള്ള സന്താനം അല്ലെങ്കിൽ സന്താനത്തിന്റെ ഒരു പീക്കിൽ സന്താനം അഴിഞ്ഞാടിയ കുറെ മൂവീസ് ഉണ്ടല്ലോ, അതിലുള്ള ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്ത ആ ഒരു കോമഡീസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സിനിമയിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സന്താനത്തിന്റെ കോമഡി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പക്ക ടൈമിംഗ് ആണ്. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോമഡീസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. പുള്ളിക്കാരന്റെ ഡബിൾ മീനിങ്സ് ആയിട്ടുള്ള കോമഡീസ് ആയാലും ആ ഒരു എൻകൗണ്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ഡാർക്ക് കോമഡി, അതെല്ലാം പുള്ളിക്കാരന്റെ ഒരു സ്ഥിരം പാറ്റേൺ ആയിരുന്നു. അതിൽ വേറെ ലെവലായിട്ട് വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ആ ഒരു കാര്യം നല്ല രീതിക്ക് തന്നെ സിനിമയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നവരാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ലോജിക്കും ബാക്കിയുള്ള എല്ലാ പരിപാടിയും വെച്ച് കൂട്ടി കെട്ടിയിട്ട് പോകണം. കാരണം നിങ്ങൾ കാണാൻ പോകുന്ന ആ ഒരു ലെവലിലുള്ള ഒരു മൂവിയാണ്. അതിനേക്കാളും താഴോട്ട് പോയാലേ ഉള്ളൂ, അതിനേക്കാളും മേലോട്ട് പോകാനുള്ള ഒരു ചാൻസും ഇല്ല. സുന്ദർ സിയുടെ പടമാണ് ആ ഒരു ടൈം പീരീഡിൽ, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ പടം തന്നെ പുള്ളിക്കാരൻ ചെയ്യുന്ന അരമന യൂണിവേഴ്സ് ആയാലും ആ ഒരു ആംബ്ല ആയാലും ഇപ്പൊ അങ്ങനത്തെ ഒക്കെ മൂവീസ് എൻജോയ് ചെയ്തവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതേ ടൈപ്പിൽ വരുന്ന സ്ഥിരം സ്റ്റോറി ടെംപ്ലേറ്റ് ഉള്ള ഒരു മൂവി തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. നായകൻ വരുന്നു, കുറച്ച് ഫ്രണ്ട്സിനെ കാണുന്നു, കുറച്ച് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു, പടം തീരുന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു ക്യാരക്ടേഴ്സ്, അതൊക്കെ തന്നെയാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. സോ ആ ഒരു കാര്യം മൈൻഡ് വെച്ച് പോയി കണ്ടാൽ മതി. സുന്ദർ സിയുടെ മൂവിയാണ്, വേറെ ഒന്നും ആലോചിക്കാൻ നിൽക്കേണ്ട. പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇത്രയും പടം ഇപ്പൊ അരമന യൂണിവേഴ്സ് ആയാലും ആമ്പിളയായാലും കലകലപ്പായാലും അങ്ങനത്തെ ഒരുപാട് മൂവീസ് ഒക്കെ ചെയ്ത മനുഷ്യനാണ് അൻപേ ശിവൻ ചെയ്തത്. ആലോചിച്ച് നോക്കണം. പക്ഷെ ഈ ഒരു മൂവി ആ ഒരു 2.5 മണിക്കൂർ വേറെ ലോജിക്കും പരിപാടിയൊന്നും ആലോചിക്കാതെ പോയിരുന്ന് ആ ഒരു 10-12 വർഷം മുമ്പുള്ള പടമാണെന്നുള്ള കാര്യം കൂടി മൈൻഡ് സെറ്റ് വെച്ച് പോയി കാണുവാണെങ്കിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഒരുപാട് സ്ഥലം ഞാൻ നല്ല രീതിക്ക് പൊട്ടിച്ചിരിച്ചു. കാരണം സന്താനം വരുന്ന സീക്വൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ആരൊക്കെ എവിടെ നിന്നാലും സന്താനം വന്ന സീക്വൻസ് ഒക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ സ്കോർ ചെയ്ത് കൊണ്ടും ആ ലെവലിലുള്ള കോമഡീസ് ഉണ്ട്. പിന്നെ ചില കോമഡീസ് ഒക്കെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത ലെവലിലുള്ള ഐറ്റംസ് ഒക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ആൻഡ് ഈ കാലഘട്ടത്തിലൊക്കെ അത് കൊണ്ടുവച്ചാൽ അത് എങ്ങനെ വെക്കാനോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിൽ അത് എഴുതാൻ പോലും ആൾക്കാർ പേടിക്കുക. ആ രീതിക്കുള്ള ഡബിൾ മീനിങ് കോമഡീസും ഡാർക്ക് കോമഡീസും അല്ലെങ്കിൽ ബോഡി ഷേമിങ്ങും എല്ലാം സന്താനത്തിന്റെ സ്റ്റൈൽ അറിയാലോ, ആ രീതിക്കുള്ള ഐറ്റംസ് ആണ് എൻ്റെ ഒരു മൂവിൽ ഉള്ളത്. പുള്ളിക്കാരൻ്റെ ഒരു അമ്മായിമായിട്ടുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ വിഷയ ഐറ്റമാണ്. അതൊക്കെ ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് വർക്കാവുന്നൊക്കെ ആലോചിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് പുള്ളിക്കാരൻ ഇതൊക്കെ വേറെ ലെവലിൽ ഹാൻഡിൽ ചെയ്ത കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമയാണെന്നുള്ള കാര്യം മൈൻഡ് സെറ്റ് വെച്ച് പോയി കണ്ടാൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ ഒരു ടൈം ലൈനിൽ നിന്നിട്ടോ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന പടമാണെന്ന് പോയി കണ്ടാൽ ഒരിക്കലും വർക്കാവത്തില്ല. ആ ഒരു ടൈം പീരീഡിലുള്ള മൂവിയാണെന്ന് മൈൻഡ് സെറ്റിൽ വെച്ച് പോയി കാണുവാണെങ്കിൽ 2.5 മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ മൂവി തന്നെയാണ്. ഒരുപാട് അടിപൊളിയായിട്ടുള്ള സീക്വൻസ് ഉണ്ട്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് ഉണ്ട്. സന്താനം, വിശാലും മനോബാല എന്ന് പറഞ്ഞ മരിച്ച ഒരു ആക്ടറാണ്. ഇവർ തമ്മിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ഒരു പ്രീ ക്ലൈമാക്സ്, ഒരു തേർഡ് ആക്ടിലൊക്കെ വരുന്ന ഒരു ഐറ്റം ഉണ്ട്. എൻ്റെ മോനെ, വിഷയം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റമാണ്. അതിൽ എസ്പെഷ്യലി മനോബാലയുടെ കുറെ സീക്വൻസ് ഉണ്ട് കേട്ടോ. കിട്ടിലുമാണ്. ഞാൻ പുള്ളിക്കാരൻ ലോറിയുടെ പുറത്തിരുന്ന് ഇങ്ങനെ പോകും. അത് ഡയലോഗ്സ് ഒന്നുമില്ല, അത് കാണുമ്പോൾ ചിരി വരും. ആ ലെവൽ ഐറ്റംസ് ഒക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ സ്റ്റോറിയും പരിപാടിയൊന്നും പറയേണ്ട കാര്യമില്ല. സിനിമ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈറ്റിൽ കാർഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ കൊണ്ട് തീരുന്നു. ആ രീതിക്കുള്ള പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അല്ലാതെ വേറെ ഒന്നും ഈ സിനിമയുടെ സ്റ്റോറിയിൽ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ക്യാരക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഹീറോയിൻസ്, 2 ഹീറോയിൻസ് ഉണ്ട്. ഒന്ന് അഞ്ജലിയും ഒന്ന് വരലക്ഷ്മി ശരത് കുമാറും. ഈ 2 പേരെയും പുള്ളിക്കാരൻ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന വേറെ ഒന്നിനുമല്ല അഭിനയത്തിനോ അല്ലെങ്കിൽ സ്റ്റോറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ബോഡി ഷോയ്ക്ക് വേണ്ടി മാത്രം തന്നെയാണ്. അവരെ 2 പേരുടെയും ക്യാരക്ടർ ഇൻട്രോ തൊട്ട് അവർ എൻഡ് വരെ അതിന് വേണ്ടി മാത്രമാണ്. വേറെ ഒന്നിനും ഈ ക്യാരക്ടേഴ്സിനെ അവർ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ്, ഈ സ്റ്റോറി ബാക്കിയൊക്കെ മാറ്റി നിർത്തിയ ആ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെങ്കിൽ തന്നെ ഭയങ്കര രീതിയിൽ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന വേറെ കുറെ ഐറ്റംസ് ഉണ്ട്. എസ്പെഷ്യലി എഡിറ്റിംഗ്. എൻ്റെ മോനെ, എഡിറ്റിംഗ് പാറ്റേൺ കാണുന്ന ഒരു രക്ഷയില്ലാതെ ഞാൻ എഡിറ്റിംഗ് കണ്ടുവരെ ചിരിച്ചുപോയി. കാരണം ഇപ്പോഴത്തെ ഒരു കാലത്തിലുള്ള എഡിറ്റിംഗ് അല്ല, അതാ കൂടെ ആലോചിക്കണം. ഒരു 10-12 വർഷം മുമ്പുള്ള, അതായത് എല്ലാ ഫിൽറ്റേഴ്സും മാറി വലിച്ചിട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻ. ഏതൊരു സീൻ എടുത്ത് നോക്കിയാലും മറ്റേ കുപ്പിച്ചില്ല് പൊട്ടുന്ന ട്രാൻസാക്ഷൻ, ലൈറ്റ് കത്തുന്ന ട്രാൻസാക്ഷൻ, ഒരാൾ നിൽക്കുമ്പോൾ ആളെ മാസ്ക് ചെയ്തിട്ട് വേറൊരു കാറിലോട്ട് പോകുന്നു. അങ്ങനത്തെ ഒരുപാട് ഈ പഴയ ടൈപ്പിലുള്ള ഒരു എഡിറ്റിംഗ് പാറ്റേൺ ഉണ്ടല്ലോ, അതൊക്കെ ഈ സിനിമയിൽ കാണാൻ
പറ്റുന്നുണ്ട്. പിന്നീട് കുറെ ലൈറ്റ് ഫിൽറ്റേഴ്സ്, അങ്ങനത്തെ ഒരുപാട് നമ്മൾ ഈ കാണുമ്പോൾ തന്നെ എന്തോന്നാണ് ഇതെന്നൊക്കെ ആലോചിക്കുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് പാറ്റേൺ ഉണ്ടല്ലോ. അതായത് എഡിറ്ററിന്റെ അടുത്ത് പറഞ്ഞാണ് ഇത്രയും ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഇത്രയും ഫിൽറ്റേഴ്സ് ഉണ്ട്, സിനിമ 2.5 മണിക്കൂറുണ്ട്, എല്ലാ സ്ഥലത്തും ഇട്ടോ, ഒരു സ്ഥലത്ത് പോലും മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അമ്മാതിരി ലെവൽ ഓഫ് എഡിറ്റിംഗ് ആണ് സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സുന്ദർ സി പടമാണ്. 2.5 മണിക്കൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോജിക് പരിപാടി ഒന്നും ആലോചിക്കാതെ ഒരു 10-12 വർഷം മുമ്പുള്ള പടമാണെന്നുള്ള മൈൻഡ് സെറ്റിൽ പോയിരുന്ന് കാണുവാണെങ്കിൽ ആ ഒരു 2.5 മണിക്കൂർ ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ച് വൈബായിട്ട് വരാം. അതും എസ്പെഷ്യലി ഒരു നല്ലൊരു ക്രൗഡിന്റെ കൂടെ ആണെങ്കിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി ആയിരിക്കും. ഞാൻ കണ്ട അത്യാവശ്യം നല്ലൊരു ക്രൗഡൊക്കെ ഉണ്ടായിരുന്ന ഒരു തിയേറ്ററിലായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ റീസെന്റ് ഒരുപാട് കാലമായി ഇതുപോലത്തെ ഒരു ഫുൾ ടൈം കോമഡി മൂവിയൊക്കെ കണ്ടിട്ട് കോമഡി വരുന്നെങ്കിൽ തന്നെ അധികം ഒന്നും വർക്ക് ആകത്തില്ല, അല്ലെങ്കിൽ കുറെ ക്രിഞ്ച് ആയിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷേ ഇതൊരു 10-12 വർഷം മുമ്പ് ഉള്ള മൂവിയാണ്. സോ അന്നത്തെ ഒരു കോമഡീസും കൗണ്ടേഴ്സും അല്ലെങ്കിൽ ഡബിൾ മീനിങ്സ് ഒക്കെ ഈ സിനിമയിൽ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. സോ ആ ഒരു കോമഡി മൂവീസ് ഒക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു കോമഡി മൂവി കാണണമെന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മൂവി കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.